ക്രിസ്മസ്, പുൽക്കൂട്, നക്ഷത്രം, കരോൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ബാല്യകാല ഭാവനകളുടെ ഭാഗമാണ്. അതിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുണ്ട്. അതൊരു പുതിയ സംഭവമല്ല. പാലക്കാട് ഇത് ആവർത്തിച്ചു. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ മാത്രം സംഭവിക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിനെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണല്ലോ സംഘപരിവാറിൻ്റെ പ്രതിനിധി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഇത്തവണ കേരളത്തിലെ ലോക് ഭവൻ, രാജ്ഭവനുകളൊക്കെ ഇവർ ലോക് ഭവനുകളാക്കി മാറ്റിയല്ലോ. ഗവർണറുടെ ഓഫീസിൽ December 25 പ്രവൃത്തി ദിവസമാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ട്, കേരളത്തിലും അത് വന്നിരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം പറയുന്നത്? ഡിസംബർ 25 എന്നുള്ളത് ക്രിസ്മസ് എന്നുള്ള രീതിയിലല്ല കേരളത്തിൽ വാജ്പേയിയുടെ ജന്മവാർഷിക ദിനം ആഘോഷിക്കുക അതിനുവേണ്ടി അങ്ങനെ അല്ല, അത് കേരളത്തിലേക്കും കടന്നു വരാണെന്നേ. കേരളത്തിലെ ഗവർണറുടെ ഓഫീസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസല്ലേ, സംസ്ഥാനത്തിന്റെ തലവനല്ലേ ഗവർണർ. അപ്പൊ അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഇവർ കേക്കുമായി കടന്നു വരുമ്പോൾ December 25 പ്രവൃത്തി ദിവസമാക്കിയിരിക്കുക. അതിനെക്കുറിച്ച് സംഘപരിവാറിന്റെ പ്രതിനിധി എന്ത് പറയും? ഒറ്റപ്പെട്ടതാണെന്ന് പറയോ? ഇവിടെ വളരെ കൃത്യമാണ്. ഇത് ഇന്ന് സംഘപരിവാറിന്റെ ചില വക്താക്കൾ, അത് ക്രിസ്ത്യാനികളായ ആൾക്കാരെ കൊണ്ടാണ്, ടോം വടക്കനെ പോലുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇവർ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഷോൺ ജോർജിനെ പോലുള്ള ആളുകളാണ് ഈ ക്രിസ്മസ് കരോൾ ആക്രമിച്ച ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അങ്ങനെ ഒരു സംഘപരിവാറിന്റെ പ്രതിനിധി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിന് വേറൊരു ദിവസം ജനിക്കാമായിരുന്നില്ലേ? AB വാജ്പേയിയുടെ ജന്മദിനത്തിൽ തന്നെ വന്ന് ജനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള മട്ടിലാണ് ഇവർ പറയുന്നത്. അത് വാജ്പേയിയുടെ ജന്മദിനമായി പോയതിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന? നാളെ ഇവരുടെ വേറൊരു നേതാവ് വേറൊരു ദിവസത്തിൽ ജനിച്ചാൽ ഈ പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ആഘോഷത്തിലുള്ള അവസരം നിഷേധിക്കപ്പെടുമോ?